എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്ന് മനസ്സിനെ വേദനിപ്പിച്ചിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ട് പോവുകയാണ്. നിരന്തരം സംഭവിക്കുന്നു ഇതെനിക്ക്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം? ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിലേ അതിനൊരു ഉത്തരമുണ്ട്. അത് പറഞ്ഞുതരാം. ഒരു പോം വഴിയുണ്ട്. യു ക്യാൻ അട്രാക്ട് വാട്ട് യു വാണ്ട്, ബട്ട് യു ക്യാൻ അട്രാക്ട് വാട്ട് യു ആർ. നിങ്ങൾ എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുക. അതിപ്പോൾ വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെന്ത് നീറി കിടക്കുന്ന എന്തെങ്കിലും ഒരു മുറിവുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളുണ്ടാവും. അതേ വിഷമങ്ങളുള്ള ആൾക്കാരെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ലൈഫിൽ. നിങ്ങളുടെ ആ ഒരു മുറിവ് എപ്പോൾ നിങ്ങൾ മാറ്റുന്നോ അന്ന് അതെല്ലാം ശരിയായിക്കോളും. അതെങ്ങനെയാണെന്നല്ലേ അതും കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പ് ഒരിക്കൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി. നിങ്ങളത് ഹാൻഡിൽ ചെയ്ത് ഇവിടം വരെ എത്തിയെങ്കിലും ആ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുക അല്ലെങ്കിൽ പേടിക്കുക, ഇനിയും അത് ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളെടുത്ത് മാറ്റേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹീൽ ചെയ്ത് വരിക. ആ മുറിവുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റി എടുക്കുകയാണ് വേണ്ടത്. പാസ്റ്റ് എന്നത് കഴിഞ്ഞു പോയി. ഇനി നമ്മൾക്ക് പ്രസൻറ്റും ഫ്യൂച്ചറും മതി. നിങ്ങൾ ഫ്യൂച്ചറിലേക്കും ചിന്തിക്കേണ്ട, നിങ്ങൾ പ്രസൻറ്റിലേക്ക് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ എന്ത് നടക്കുന്നു, എന്ത് ചെയ്യണം എന്നുള്ളത്. പുതിയൊരാളായി മാറുക എന്നുള്ളതാണ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലേ നിങ്ങൾക്ക് പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ആ ഒരു കാര്യം വീണ്ടും നടക്കുന്നു, എന്തുറപ്പാണുള്ളത് എന്നുള്ളത്. ഒരു നെഗറ്റീവ് തോട്ട് അപ്പം തന്നെ സ്റ്റോപ്പ് ആയിക്കോളും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിലും എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ളത്. ഇനി ചിലരുടെ മനസ്സിലൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവും, ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ തന്നെ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വരും എന്നുള്ളത്. എന്തിനാ ഇത്രയും ഉറച്ചു വിശ്വസിക്കുന്നത്? നിങ്ങൾ അതിന് പകരം ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല. അതിന് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? അതിലേക്ക് ശ്രദ്ധിക്കുക. തെറ്റുകൾ തിരുത്തി പോകാൻ നിങ്ങൾക്കൊരു അവസരം ഇനിയും ഉണ്ട് എന്നുള്ളത്. ജീവിതം എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഓരോ ക്ലാസ്സിൽ ഓരോ എക്സാംസ് വെക്കുമല്ലോ, എന്നിട്ട് അത് പഠിച്ച് എക്സാം എഴുതി ജയിച്ചവർ മാത്രമല്ലേ അടുത്ത ക്ലാസ്സിലേക്ക് പോവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ഒരു ജീവിതം എന്ന് പറയുന്നതും. നമ്മൾ എക്സാമിന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും ജയിച്ച് വേറെ ക്ലാസ്സിലേക്ക് പോകാനും പറ്റില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ഇതിന് മുമ്പുണ്ടായ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ ഒരു പെയിനിലേക്ക് മാത്രമായിരിക്കും ഫോക്കസ്ഡ് ആവുന്നത്. നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുക. പലരും ഇപ്പോഴും ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ ഫോക്കസ്ഡ് ആണ്. അത് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തൊന്ന് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജീവിതം എന്ത് മനോഹരമാണെന്നറിയോ. ഇപ്പോഴും സന്തോഷത്തിലല്ലാതെ വളരെ വിഷമത്തിലിരിക്കുന്ന എത്ര പേരുണ്ടറിയോ. സന്തോഷങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയേ, ലൈഫ് എങ്ങനെ ചേഞ്ച് ആവുമെന്നറിയോ. ഇത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഹീൽ ചെയ്യാതെ കിടപ്പുണ്ടാവും അല്ലേ? എടുത്ത് മാറ്റിക്കോളൂ പഴയ ചിന്താഗതികളൊക്കെ. നിങ്ങൾക്ക് നന്നാവണ്ടേ, ലൈഫ് എൻജോയ് ചെയ്യണ്ടേ? എന്തിനാ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് സമയം കളയുന്നത്? പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക. എപ്പോഴും ഇങ്ങനെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ സാഡ്നെസ്സിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിന്താഗതി മാറ്റിപ്പിടിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് നന്നാവാൻ നോക്കുക. പതിയെ പതിയെ ഹീൽ ചെയ്ത് പൊക്കോളും. ഇനി ഹീൽ ചെയ്യാൻ വേറെയും കുറേ കാര്യങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് മുഴുവനായിരുന്ന് കണ്ടതിന് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം, ഹീൽ ചെയ്യുക. അപ്പം ബൈ.